ശ്രീമന്നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം ശ്ലോകം 4. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോപി പേദുർഭവദീയ പാർഷദ ചതുർഭുജ പീതപടാ മനോരമ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, അജാമിളൻ തൻ്റെ വാർദ്ധക്യകാലത്ത് മരിക്കാറായ ആ സമയത്ത് തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭീകരന്മാരായിട്ടുള്ള 3 യമഭടന്മാരെ കണ്ട് പേടിച്ച് ഉറക്കെ തൻ്റെ ഇളയ പുത്രനെ പേരെടുത്ത് വിളിച്ചു. നാരായണ എന്ന് ഉറക്കെ വിളിച്ചു. ഭഗവാന്റെ നാമമാണത്. ആ ഇളയ പുത്രനോട് അത്യധികം സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പേടിച്ച് ആ പുത്രന്റെ പേര് തന്നെ അങ്ങോട്ട് വിളിച്ചു പോയത്. ദുരാശയസ്യ, ചീത്ത മനസ്സുള്ളവനാണെങ്കിലും, കാരണം ദുർബുദ്ധിയാണ്, അധർമ്മകാരിയാണ്, അധർമ്മം മാത്രമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധർമ്മത്തിന്റെ പാതയിൽ നിന്നും വിട്ട് അധർമ്മത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അധർമ്മത്തിന്റെ പാതയിൽ കൂടെ പോയി ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി. അങ്ങനെ മനസ്സ് വളരെ ചീത്തയായി തീർന്നു. അങ്ങനെയുള്ളവനാണെങ്കിലും ദുരാശയസ്യ അഭി, അങ്ങനെയുള്ളവനാണെങ്കിലും, ചീത്ത മനസ്സുള്ളവനാണെങ്കിലും പുര മുൻപിൽ, ഇവന്റെ മുൻപിൽ, ഈ അജാമിളന്റെ മുൻപിൽ, അതായത് യമദൂതന്മാരുടെയും ഇവന്റെയും അജാമിളന്റെയും ഇടയ്ക്കായിട്ട് തത് ആസ്യ, തത് അവന്റെ, ആസ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വായിൽ നിന്നും, തദാസ്യ അവന്റെ വായിൽ നിന്നും, ആസ്യം എന്ന് പറഞ്ഞാൽ വായാണ്. അപ്പൊ ആ വായിൽ നിന്നും അല്ലെങ്കിൽ മുഖത്തു നിന്നും എന്നുള്ള അർത്ഥം. വായിൽ നിന്നും നിർഗത പുറപ്പെട്ട ത്വദീയ നിന്തിരുവടിയുടെ നാമാക്ഷരമാത്ര, ആ തിരുനാമങ്ങളുടെ, ഭഗവാന്റെ ആ നാമത്തിന്റെ കേവലം വൈഭവാത്, മാഹാത്മ്യം കൊണ്ട്, ആ മാഹാത്മ്യം കൊണ്ട്, ഭഗവാന്റെ പേരാണ് ഇവിടെ അറിയാതെയാണെങ്കിലും അജാമിളൻ വിളിച്ചത്. ആ ഭഗവാന്റെ പേര് വിളിച്ചത് കൊണ്ട്, അവന്റെ വായിൽ നിന്നും ആ പുറപ്പെട്ട ഭഗവാന്റെ ആ നാമാക്ഷരങ്ങൾ കൊണ്ട്, അതിൻ്റെ മാഹാത്മ്യം കൊണ്ട്, ചതുർഭുജ 4 കൈകളും, പീതപട മഞ്ഞപ്പട്ടും, പീതം മഞ്ഞ, പട എന്ന് പറഞ്ഞാൽ ഇവിടെ വസ്ത്രമാണ്, അപ്പൊ ആ മഞ്ഞപ്പട്ടും, മനോരമ മനോഹരമായ ആകൃതിയും ഉള്ള ഭവതീയ പാർഷദ നിന്തിരുവടിയുടെ, ഭവതീയ നിന്തിരുവടിയുടെ, ഭഗവാന്റെ വിഷ്ണുവിന്റെ പാർഷദ പാർഷദന്മാര്, ദൂതന്മാര് അഭിപേതു, ഇവിടെ പെട്ടെന്ന് തന്നെ ആവിർഭവിച്ചു. ഇവിടെ മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ദുർബുദ്ധിയാണ്. മനസ്സ് വളരെ ചിത്ത പ്രവൃത്തികൾ ചെയ്ത് ഒരുപാട് പാപങ്ങൾ സമ്പാദിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നിർമ്മലമായ മനസ്സല്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ അജാമിളന്റെ വായിൽ നിന്ന് വന്ന വാക്ക് ഭഗവാന്റെ നാമാക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ വിളി കേട്ടതോടുകൂടി മഹാവിഷ്ണുവിന്റെ പാർഷദന്മാര്, അവര് നന്ദൻ, സുനന്ദൻ, ജയൻ, വിജയൻ, ഇവരാണ്. ഇവർ 4 പേരുമാണ്
അജാമിളന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മനോഹരമായ രൂപത്തോടു കൂടിയ ആ ദൂതന്മാര് അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.